ഹലോ ഗൈസ്, അപ്പം നമ്മളിവിടെ ചൂണ്ടയിടാൻ വന്നിരിക്കുന്നു ഗൈസ്. ഹലോ ഗൈസ്, അപ്പം നമ്മളിവിടെ ചൂണ്ടയിടാൻ വേണ്ടി എര പിടിക്കാൻ വന്നിരിക്കുന്നു ഗൈസ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഗൈസ്. പെട്ടെന്ന് അടിച്ച് പൊട്ടിച്ച്. ഹലോ ഗൈസ്, നമ്മളിവിടെ ചൂണ്ടയിടാൻ വേണ്ടി അടുത്തുള്ളൊരു കുളത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി സ്പോട്ടാണെന്നൊക്കെയാണ് അഖിൽ ചേട്ടൻ പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. ഞങ്ങളുടെ കയ്യിൽ വടിച്ചൂണ്ടയൊക്കെയാണ് ഇരിക്കുന്നത്. സ്റ്റിക്ക് ഉരിപ്പുണ്ട്. വടിച്ചൂണ്ട വെട്ടിടാനാണ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കുളത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് അഖിൽ ചേട്ടൻ പറഞ്ഞ കുളം എന്നാണ് പറഞ്ഞ്. നിറച്ച് കല്ലടകളും വരാലുകളും ഉള്ള സ്പോട്ടാണെന്നാണ് അഖിൽ ചേട്ടൻ പറയുന്നത്. ഇതാണ് കുളം. ഇതാ നമ്മൾ എര കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത്ര എരയാണ് നമ്മൾ ഇടുന്നത്. നമുക്ക് ചൂണ്ട ഇടുന്നത് കാണാം. ഇതാണ് നമ്മുടെ ചൂണ്ട. ബ്ലാക്ക് സ്റ്റിക്കാണ് ഗൈസ്. ഇവിടെ ഒന്നും നമുക്ക് കിട്ടില്ല ഗൈസ്. സ്പോട്ട് മാറ്റാം ഗൈസ്. ഗൈസ്, അഖിലേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് ചൂണ്ടയിടുകയാണ് ഗൈസ്. ഇതാണ് അവൻ്റെ മുഖം. ഓ ഗൈസ്, പൊങ്ങ് കിടന്നിളകുന്നു. അടിച്ചോണ്ട് പോകുമോ ഇല്ലേ നമുക്ക് കണ്ടറിയാം ഗൈസ്. ഓ, ഇവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഇതടിച്ചിട്ടുണ്ട്, ഇളകുന്നുണ്ട്. ഓ, ഇപ്പം കൂട്ടുകാരൻ്റെ ഈ മുളച്ചുകൊണ്ടാണ്. അഖിലേട്ടൻ്റെ സ്റ്റിക്കാണ് ഗൈസ്. ഗൈസ്, ഇവിടെ ചെറുതായിട്ട് മീൻ അടിക്കുന്ന ദൃശ്യങ്ങളാണ്. കോമളയൊക്കെ വരുന്നുണ്ട്. നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെറുതായിട്ട് അടിച്ചുകൊണ്ട് പോകുന്ന ഇതാണ് നമ്മളിവിടെ കാണുന്നത്. കിട്ടുമെന്ന് നമുക്ക് കിട്ടുമ്പോൾ അറിയാം. ഓ, ഇവിടെ കോമളയൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് കിട്ടിയെന്ന് തോന്നുന്നില്ല. അത് കൊണ്ടുപോകുന്നുണ്ട്. ചെറുതായിട്ട് കൊണ്ടുപോകുന്ന ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന് പോക്കി നോക്കാം ഗൈസ്. പോക്കി നോക്കാം. ഓ ഗൈസ്, ഓ പൊങ്ങനെ. ഓ ഗൈസ്, മീൻ കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ കിട്ടി. ഇത്രയും കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ചെമ്പല്ലിയാണ് ഗൈസ്. എന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും എര കോർക്കുകയാണ്. ഓ, എര കോർത്തിട്ടുണ്ട്. ഓ, നമ്മൾ വീണ്ടും ഇടാൻ പോകുന്നു ഗൈസ്. എരയുടെ വലിപ്പം നോക്ക്. ഇതാണ് നമ്മൾ വീണ്ടും ഇടാൻ പോകുന്ന എര. ഇതാ സ്പോട്ടിൽ തന്നെ നമ്മൾ വീണ്ടും ഇടാൻ പോകുന്നത്. അടുത്ത നമ്മൾ സ്പോട്ട് മാറ്റി പിടിക്കുന്നതാണ്. ഓ, ഇടുന്നു ഗൈസ്. ഇട്ടിരിക്കുന്നു. ഓ, ഇട്ടിട്ടുണ്ട്. ഓ, ഇവിടെ നല്ല ഇടിവെട്ടും മഴയൊക്കെ പെയ്യുന്നുണ്ട്. കാലാവസ്ഥ ഭയങ്കര മോശമാണ് ഗൈസ്. നമ്മുടെ വ്ലോഗ് ചളവോ എന്നൊരു സംശയമുണ്ട് ഗൈസ്. വീണ്ടും കുത്തുന്നുണ്ട്. നമുക്കിവിടെ വീഡിയോ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നതാണ്. ഗൈസ്, ഇവിടെ കൊത്തിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഓ, കൊത്തുന്നുണ്ട്. ഓ, ചെറിയൊരു മീനാണ് അടിച്ചു പോയിരിക്കുന്നത്. പൊങ്ങ് കിടന്ന് അനങ്ങുന്നു ഗൈസ്. ഓ, നമുക്ക് വീണ്ടും അടുത്തത് കിട്ടിയിരിക്കണം ഗൈസ്. ഓ, അടിപൊളി. അഖിൽ ചേട്ടൻ വീണ്ടും മേടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ചെമ്പല്ലിയുടെ സൈസ്. എരയിടുന്നാണ് ഗൈസ് കാണുന്നത്. വീണ്ടും ചെമ്പല്ലി കിട്ടാനുള്ള പ്രതീക്ഷയിൽ വീണ്ടും എര കോർത്തിടാൻ പോകുന്നു. ഓ, അഖിൽ ചേട്ടൻ ഇടാൻ പോകുന്നു ഗൈസ്. ഇടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇട്ടിട്ടുണ്ട്. നല്ല ഇടിവെട്ടും മഴ വന്നുണ്ട് ഗൈസ്. ഇപ്പം മഴ പെയ്യില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. മഴ പെയ്ത വ്ലോഗ് മൊത്തം കുളവും ഗൈസ്. നമുക്കിവിടെ വട്ടാനെന്ന് പറയുന്ന ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്നാണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇതാണ് നമ്മുടെ മീൻ. ഓ, കിടന്ന് പെട്ട. ഹലോ ഗൈസ്, മഴ കൂടി. നമുക്കിനി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. മീനിനി ആകെ 2 കിട്ടിയുള്ളൂ. ഓ ഗൈസ്, ഒരു വലിയ മീനാണ് വിട്ടുപോയിരിക്കുന്നത്. അത് കാരണം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. മഴ കൂടിയിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പം ശരി ഗൈസ്. ബൂം.